ഹലോ ഹലോ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ നമുക്കും ഈസ്റ്റർ പള്ളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പാതിര കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ. ആദ്യം ഞങ്ങൾക്ക് കല്ലറയിലായിരുന്നു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പള്ളിയിൽ നമുക്ക് കുർബാന ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പള്ളി കല്ലറയിൽ തന്നെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ചെറിയൊരു സ്കിറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും നല്ലപോലെ അഭിനയിച്ചു, നന്നായി ചെയ്തു. കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ നോമ്പ് മുറിക്കാനുള്ള ബീഫും വട്ടയപ്പവും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കൊല്ലവും ബീഫും വട്ടയപ്പമൊക്കെ കൊടുക്കാറുണ്ട്. ഈ കൊല്ലം എക്സ്ട്രാ ആയിട്ട് പൊറോട്ടയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരി നിൽക്കുകയാണ് പൊറോട്ടയും ബീഫും വാങ്ങാനായിട്ട്. അതെന്താണെന്നറിയില്ല, ഇക്കൊല്ലം പൊറോട്ട എക്സ്ട്രാ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ബീഫും വട്ടയപ്പമൊക്കെ കഴിച്ചു. നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചുക്ക് കാപ്പി അടാറ് ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പാപ്പിക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നോമ്പ് മുറിക്കാനൊരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല ബീഫ് കറിയും വട്ടയപ്പവും വെച്ചിട്ട് വീട്ടിൽ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 7 ആഴ്ച നീളുന്ന വലിയ നോമ്പിൻ്റെ അവസാനമാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ 7 ആഴ്ച നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കും എന്നൊക്കെയാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും അത് ഇതാക്കി പോരണമെന്നുള്ളൂ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ രാത്രി നോമ്പ് മുറിക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ കുർബാന കഴിഞ്ഞ് വന്നാൽ നമുക്ക് മുട്ടയാണ് കിട്ടുക. വചനം എഴുതിയിട്ടുള്ള മുട്ടയാണ് പള്ളിയിൽ നിന്ന് കിട്ടുക. അതിനുശേഷം ഞങ്ങൾ രാവിലെയാണ് നോമ്പ് വട്ടയപ്പം ബീഫ് കറിയും വെച്ചിട്ട് മുറിക്കാറുള്ളത്. നിങ്ങളുടെ എല്ലാവരും ഈസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.